നമസ്കാരം. വിജ്ഞാനകലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നാനാത്വവും വിവേചനവും അഥവാ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷനാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വാചകം നോക്കാം. ലോകത്ത് മുഖ്യമായും 8 മതങ്ങളാണുള്ളത്. 8 മതങ്ങളും ഇന്ത്യയിലുണ്ട്. 1600 മാതൃഭാഷകൾ നമുക്കുണ്ട്. 100-ന് മുകളിൽ നൃത്തരൂപങ്ങളുണ്ട്. എന്നാൽ ഇത്ര ബൃഹത്തായ നാനാത്വമുള്ളപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ വിവേചനമില്ലേ? എന്തായിരിക്കും അതിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചില തെറ്റായ രീതികൾ നോക്കാം. നമ്മളിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള ആളുകളോട് നമ്മൾ അകലം പാലിക്കുന്നു, ശരിയല്ലേ? നമ്മെ ഇഷ്ടമില്ലാത്തവരെ പറ്റി നമ്മൾ ചില ധാരണകളും നയങ്ങളും ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന്, ഗ്രാമവാസികളെല്ലാം അന്ധവിശ്വാസികളാണ്, അല്ലെങ്കിൽ നഗരവാസികളെല്ലാം സുഖലോലുപരാണ് എന്നൊക്കെ. ചില ആളുകളെപ്പറ്റി നമ്മൾ അഭിപ്രായങ്ങൾ എപ്പോഴും മോശമാകുമ്പോൾ അത് മുൻവിധി അഥവാ പ്രജുഡൈസ് ആയി മാറുന്നു. പ്രജുഡൈസ് അഥവാ മുൻവിധി എന്നതിനർത്ഥം ഒരാൾ മോശമാണെന്ന വിധിയോടുകൂടി അയാളെ സമീപിക്കുക എന്നതാണ്. നമ്മൾ ചെയ്യുന്ന രീതി മാത്രമാണ് ശരിയെന്നതിനോട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായി അതേ കാര്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കാൻ മറന്നുപോയേക്കാം. മുൻവിധി ഒരുപാട് കാര്യങ്ങളെപ്പറ്റിയാകാം. മതത്തെപ്പറ്റി, ആളുകളുടെ വർണ്ണത്തെപ്പറ്റി, വസ്ത്രധാരണ രീതിയെപ്പറ്റി, ദേശങ്ങളെപ്പറ്റി, അങ്ങനെ പലതും. രണ്ടാമത്തെ തെറ്റായ രീതിയാണ് സ്ഥിരസങ്കല്പങ്ങൾ അഥവാ സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടാക്കിയെടുക്കൽ. നമുക്ക് കുറേയേറെ സങ്കല്പങ്ങളുണ്ട് പലതിനെയും പറ്റി. അവ ഒരിക്കലും മാറുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ആൺകുട്ടികൾ കരയില്ല. ഇത്തരം സങ്കല്പങ്ങൾ വളരെ ആപൽക്കരമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ആൺകുട്ടികളോട് പറയുകയാണ്, അയ്യേ, നീയൊരു ആൺകുട്ടിയല്ലേ, ഇങ്ങനെ കരയാമോ? ഇത് കാരണം കരച്ചിൽ ഒരു ബലഹീനതയുടെ അടയാളമായി ആ കുട്ടിയുടെ മനസ്സിൽ ഒരു സ്ഥിരസങ്കല്പം ഉണ്ടാകുന്നു. വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ സമൂഹമുണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രതിച്ഛായയുടെ ചട്ടക്കൂട്ടിൽ കൊള്ളിക്കുന്നു. ഒരാളെ ഒരു പ്രതിച്ഛായയിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥിരസങ്കല്പം ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു വ്യക്തിക്ക് അവൻ്റേതു മാത്രമായ കഴിവുകളും നൈപുണ്യവുമുള്ള അതിവിശിഷ്ടമായ ഒരു വ്യക്തിത്വമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒന്നാണ് സ്ഥിരസങ്കല്പം. കർഷകൻ്റെ മകൻ കർഷകൻ തന്നെ ആയിരിക്കണമെന്ന സ്ഥിരസങ്കല്പം പണ്ട് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു. ജനങ്ങൾ അവരുടെ മുൻവിധികളും സ്ഥിരസങ്കല്പങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. വിവേചനത്തിന് എന്തൊക്കെയാണ് വഴിയൊരുക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം നാനാത്വം. നല്ലതെന്നും വളരെ അത്യാവശ്യമെന്നും നമ്മൾ കരുതുന്ന നാനാത്വം വിവേചനത്തിന് കാരണമായേക്കാം. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ മറ്റു മതവിശ്വാസികളോട് മോശമായി പെരുമാറിയാൽ അത് വിവേചനമാണ്. രണ്ടാമത്തെ കാരണമാണ് പണം. പണമില്ലാത്തവൻ എവിടെയും പരിഹസിക്കപ്പെടുകയും തഴയപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കാണുന്നു. ഇത് വിവേചനമാണ്. നാം എല്ലാം പല ജോലികൾ ചെയ്യുന്നവരാണ്. അധ്യാപനം, കൽപ്പണി, ആശാരിപ്പണി, ഉദ്യോഗസ്ഥർ, മാനേജർ, എഞ്ചിനീയർ, അങ്ങനെ പലതും. എന്നാൽ ചില ജോലിയെ നമ്മൾ വില കുറച്ച് കാണുകയും അത്തരം ജോലികൾ ചെയ്യുന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നുമില്ല. ഓട വൃത്തിയാക്കുന്നവരെയും പാടത്ത് പണിയെടുക്കുന്നവരെയും എല്ലാം അശുദ്ധിയോടെയും വൃത്തിയില്ലാത്തവരുമായിട്ടാണ് കാണുന്നത്. ഈ വിശ്വാസമാണ് ജാതി സമ്പ്രദായത്തിന് തുടക്കമിട്ടത്. ജാതി സമ്പ്രദായത്തിൽ ഓരോ ജാതിയും മറ്റൊരു ജാതിയുടെ മുകളിലോ താഴെയോ ആണ് വരുന്നത്. ഈ വ്യവസ്ഥ ഉണ്ടാക്കിയവർ തങ്ങളുടെ ജാതിയെ ഉയർത്താനായി അതിൻ്റെ മേന്മ കൂട്ടുകയും തൻ്റെ ജാതിയെ ഉയർന്നതായി കണക്കാക്കുകയും താഴെത്തട്ടിൽ ഉള്ളവനെ ഏറ്റവും താണജാതിയെന്നും അവരെ തൊട്ടുകൂടുക പോലും ചെയ്യരുതെന്ന വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്തു. താണജാതിയിൽ ജനിച്ചവർക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. അവരോട് ചവറ് പെറുക്കാനും ചത്തമൃഗങ്ങളെ ഭക്ഷിക്കുവാനും ആവശ്യപ്പെട്ടു. അവർക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ വീടുകളിൽ നിന്ന് വെള്ളം എടുക്കുവാൻ പോലും പാടില്ലായിരുന്നു. പാഠശാലകളിൽ പോകുവാൻ പാടില്ലായിരുന്നു. അതിനാൽ തന്നെ എല്ലാവർക്കും ഒരേ നിയമം, ഒരേ അവകാശം എന്നത് നിലനിന്നിരുന്നില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉടലെടുത്ത സമരപരമ്പരകൾ ബ്രിട്ടീഷ് ഭരണത്തെ മാത്രമല്ല എതിർത്തത്, മറിച്ച് ആ രാജ്യത്തെ നിലനിന്നിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരായിട്ട് കൂടിയായിരുന്നു. ദളിതരും സ്ത്രീകളും ആദിവാസികളും കർഷകരുമെല്ലാം അവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തിൽ നിന്ന് മുക്തി നേടാൻ പോരാടി. ആരാധനാലയങ്ങളിൽ പ്രവേശനം നേടുവാനായി ദളിതർ സ്വയം സംഘടിച്ചു. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ടെന്ന് സ്ത്രീകളും തിരിച്ചറിഞ്ഞു. കൃഷിക്കാരും ആദിവാസികളും തങ്ങളോട് ഈടാക്കിയിരുന്ന ഉയർന്ന പലിശയിൽ നിന്നും പണമിടപാടുകാരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മുക്തി നേടാനായി പോരാടി.
1947 ഇന്ത്യ രാജ്യം ഉടലെടുത്തപ്പോഴും നമ്മുടെ നേതാക്കൾ ഇത്തരം വിവേചനത്തെപ്പറ്റി ഉത്കണ്ഠാകുലരായിരുന്നു. നമ്മുടെ രാജ്യം എങ്ങനെ പ്രവർത്തിക്കണമെന്ന നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാതാക്കളും ഇത്തരം വിവേചനവും അത് മനുഷ്യജീവനെ എങ്ങനെ ബാധിക്കുമെന്ന് ബോധ്യമുള്ളവരായിരുന്നു. ഡോക്ടർ അംബേദ്കറെ പോലുള്ള നേതാക്കളെല്ലാവരും ദളിതർക്ക് വേണ്ടി പോരാടിയവരാണ്. അതിനാൽ എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എന്നുറപ്പാക്കാൻ നമ്മുടെ ഭരണഘടനയിൽ ലക്ഷ്യങ്ങളും വീക്ഷണങ്ങളും ഉൾപ്പെടുത്തി. ഇന്ത്യക്കാരെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം എന്ന ആശയം. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും അവസരങ്ങളുമാണ് ഉള്ളത്. തൊട്ടുകൂടായ്മ ഒരു അപരാധവും അത് നിയമപരമായി റദ്ദാക്കുകയും ചെയ്തു. ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ തിരഞ്ഞെടുക്കാമെന്ന അവസരമുണ്ടാക്കി. സർക്കാർ ജോലികളിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. ഈ അവകാശങ്ങളെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ടവനും പാവപ്പെട്ടവർക്കും ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഭരണഘടനയിൽ നിർദ്ദേശിച്ചു. നമ്മുടെ നാനാത്വത്തെ ബഹുമാനിക്കുന്നതെന്ന് സമത്വം ഉറപ്പാക്കുന്നതിന് ഒരു പ്രധാന ഘടകമായി ഭരണഘടനയിൽ പറയുന്നു. ജനങ്ങൾക്ക് അവരുടെ മതത്തെ പിന്തുടരാനും അവരുടെ ഭാഷ സംസാരിക്കാനും ഉത്സവങ്ങൾ ആഘോഷിക്കുവാനും അവരവരുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനും അവകാശമുണ്ട്. ഒരു മതമോ ഭാഷയോ ഉത്സവമോ നിർബന്ധമായും ആർക്കും സ്വീകരിക്കേണ്ടി വരരുത്. അതുകൊണ്ട് ഇന്ത്യ ഒരു മതനിരപേക്ഷമായ രാജ്യമായി. ഇവിടെ ജനങ്ങൾ യാതൊരു വിവേചനവും കൂടാതെ അവരവർക്ക് ഇഷ്ടപ്പെട്ട ജാതിയും വിശ്വാസങ്ങളും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളവരായി. നമ്മൾ ഒന്നിച്ചു ജീവിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആണ് നമ്മുടെ സമത്വത്തിൻ്റെ പ്രധാന ഘടകം. ഇത്തരം സങ്കല്പങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും അസമത്വം ഇന്നും നിലനിൽക്കുന്നു. സമത്വം എന്നത് തന്നെത്താൻ ഉദ്ഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല. നാമെല്ലാം എപ്പോഴും അതിനുവേണ്ടി പരിശ്രമിക്കണം. ജനകീയ സമരങ്ങളും സർക്കാരിൻ്റെ നല്ല സമീപനങ്ങളുമാണ് ഇതിന് ആവശ്യം. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.